നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ലഹരിയുടെ വാർത്തകളിലേക്കാണ്. ഞെട്ടിപ്പിക്കുന്ന ലഹരിക്കടത്തിന്റെ വാർത്തയാണ് മലപ്പുറത്ത് നിന്ന് വന്നത്. എയർപോർട്ട് കാർഗോ വഴി കരിപ്പൂരിലെ വീട്ടിലേക്ക് എത്തിയത് 1.5 കിലോയിലധികം MDMA ആണ്. കരിപ്പൂർ മുക്കൂട് സ്വദേശി ആഷിഖിന്റെ വീട്ടിലേക്കാണ് ഈ വലിയ അളവിലുള്ള MDMAയുമായുള്ള കാർഗോ എത്തിയത്. മറ്റൊരു ലഹരിക്കടത്ത് കേസിൽ റിമാൻഡിലാണ് ഇപ്പോൾ ഇദ്ദേഹം. ഒമാനിൽ നിന്നാണ് ഈ MDMA എത്തിയത്. സമീപകാലത്ത് മലപ്പുറത്തുണ്ടായതിൽ ഏറ്റവും വലിയ MDMA വേട്ടയാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത്. ഒമാനിൽ നിന്ന് കാർഗോ വഴി ഇന്ത്യയിലേക്ക് രാസലഹരി എത്തുന്നു. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ച കൂടിയാണ് ഇവിടെ വ്യക്തമാവുന്നത്. 20 ദിവസം മുൻപാണ് കരിപ്പൂർ മുക്കൂട് സ്വദേശി ആഷിഖ് ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയത്. അവിടെ സൂപ്പർ മാർക്കറ്റ് ലീസിനെടുത്ത് നടത്തുന്നുവെന്നാണ് ആഷിഖ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 6-ന് കൊച്ചിയിൽ MDMA ഉപയോഗിച്ചതിന് ഒരു സ്ത്രീ അടക്കം 8-അംഗ സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു. ഇവർക്ക് MDMA കിട്ടുന്ന ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് ആഷിഖിൽ എത്തിയത്. 2 ദിവസം മുൻപ് മട്ടാഞ്ചേരി പോലീസ് കരിപ്പൂർ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു. ആഷിഖിന്റെ വീട്ടിലേക്കാണ് ഇന്ന് പുലർച്ചെ കാർഗോയിൽ MDMA എത്തിയത്. ചെന്നൈ വിമാനത്താവളം വഴി രാസലഹരി ഒമാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയെന്നാണ് നിഗമനം. സ്വകാര്യ ഏജൻസി ആഷിഖിന്റെ വീട്ടിലേക്ക് MDMA എത്തിച്ചുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. വീട്ടിൽ ഡെലിവറിയാണ് ഇത്. ക്ലൈമന്റ് ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കണം അവർ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ആ ഇൻഫർമേഷന്റെ പുറത്താണ് പോലീസ് ഡിറ്റക്ഷൻ. ഈ കേസിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ആളെ കസ്റ്റഡിയിൽ എടുത്ത് വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് ഈ പറഞ്ഞ കാര്യങ്ങളല്ല ഈ പറഞ്ഞ മറ്റുള്ളവർക്ക് എല്ലാവർക്കും സപ്ലയർ ഇയാളാണോ എന്നുള്ളതല്ല വെളിവാകത്തുള്ളൂ. അത് തീർച്ചയായിട്ടും അതുണ്ടാവും. ആഷിഖ് നിലവിൽ റിമാൻഡിലാണ്. ഇയാളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഒമാനിൽ നിന്ന് എങ്ങനെ വിമാനത്താവളം വഴി MDMA കടത്താൻ സാധിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. 40 പൊതികളിലാക്കിയായിരുന്നു 1665 ഗ്രാം MDMA കടത്തിയത്. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് ഇങ്ങനെ രാസലഹരി ഒഴുകുമ്പോൾ വമ്പൻ മാഫിയ തന്നെ പുറകിലുണ്ടെന്ന് ഉറപ്പിക്കാം. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ലഹരി വ്യാപനം തടയാൻ എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിക്കണം എന്നാണ് പൊതുജനവും പോലീസും സർക്കാരും തുടങ്ങി എല്ലാവരും പറയുന്നത്. പക്ഷേ പലപ്പോഴും ലഹരി ഉപയോഗത്തിന്റെ വിവരങ്ങൾ നൽകുമ്പോൾ അത് നൽകുന്ന ആൾക്ക് ഭീഷണി ഉണ്ടാകുന്ന കാഴ്ചകളുമുണ്ട്. കാസർഗോഡ് ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിൽ വിവരം നൽകിയതിന്റെ വൈരാഗ്യത്തിൽ വീട് ആക്രമിച്ചിരിക്കുകയാണ് ലഹരി കേസ് പ്രതിയും സഹോദരനും. മാസ്തിക്കുണ്ട് സ്വദേശി അഹമ്മദ് സിനാന്റെ വീടാണ് ആക്രമിച്ചത്. ഇവരുടെ ലഹരി ഉപയോഗവും ലഹരി വിൽപ്പനയും പോലീസിനെ അറിയിച്ചതാണ് ആക്രമണത്തിന് കാരണം. ചെങ്കള സ്വദേശി ഉമർ ഫാറൂഖും സഹോദരൻ നയാസും ചേർന്നാണ് ആക്രമണം നടത്തിയത്. ലഹരി വിൽപ്പന തടയുന്നവരും പോലീസിൽ വിവരമറിയിക്കുന്നവരും ആക്രമണത്തിനിരയാവുന്നത് ആദ്യ സംഭവമല്ല. സമാന സ്വഭാവമുള്ള ഒട്ടനവധി സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ കാസർഗോഡ് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. മാസ്തിക്കുണ്ടിൽ പഴയ വീട് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും വിൽപ്പനയും ഉണ്ടായിരുന്നു. ഇതിനെതിരെ സിനാന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് ഉമർ ഫറൂഖിനെയും മറ്റൊരു സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡിയിലെടുക്കുമ്പോൾ കയ്യിൽ ലഹരിമരുന്നില്ലാതിരുന്നതിനാൽ പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. പിന്നാലെ സഹോദരൻ നയാസിനെയും കൂട്ടി സിനാനെ ആക്രമിക്കുകയായിരുന്നു. വീടിന് നേരെയും അതിക്രമമുണ്ടായി. ആക്രമണത്തിൽ സിനാനും മാതാവ് സൽമയ്ക്കും പരിക്കേറ്റു. ലാസ്റ്റ് പോയിട്ട് വന്നിട്ട് വടിയാ ഇരുമ്പ് എന്തെന്നറിയില്ല കൊണ്ടിട്ട് അതിനോടും തച്ച് ഞാൻ തടുക്കാകുമ്പോൾ എനിക്കും കൊണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി 24 മണിക്കൂറിനുള്ളിലാണ് ക്രൂരമായ ആക്രമണമുണ്ടായത്. അങ്ങനെ ഓരോ നമുക്ക് വധഭീഷണിയെല്ലാം മുടക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഓറ് ഇരുമ്പിൻ്റെ റാഡെല്ലാം കൊണ്ട് വന്നിട്ട് ആക്രമിച്ചതാണ്. തലക്കും ഇവിടെ ഈ ഭാഗത്തും ഒത്ത് കുറേ എടുത്ത് അടിയുണ്ട്. ഇവിടെ എല്ലാം കൈക്കെല്ലാം കൊണ്ടിട്ടുണ്ട്. തലക്കെല്ലാം അടിച്ചിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. നിഗൂഢമായ ലഹരി കേന്ദ്രങ്ങൾ കണ്ടാൽ വിവരമറിയിക്കൂ എന്നത് പോലീസിന്റെ നിർദ്ദേശമാണ്. നിങ്ങളുടെ നാട്ടിലെ ലഹരിക്കടത്തുകാരെ നിയമത്തിന് മുന്നിലെത്തിക്കൂ എന്ന് പറയുന്നതും പോലീസ് തന്നെ. എന്നാൽ ഇതിലൂടെ ഉണ്ടാവുന്ന വൈരാഗ്യം നേരിടേണ്ടി വരുന്നത് ഇങ്ങനെ വിവരം നൽകുന്നവർ മാത്രമാണ്. ലഹരി വ്യാപനം തടയുന്നതിന് നമ്മുടെ നാട്ടിലെ പ്രാദേശിക കൂട്ടായ്മകളുടെ സഹായം ആവശ്യമാണ്. എന്നാൽ പോലീസിൽ വിവരമറിയിക്കുന്നവരെ പോലും ക്രൂരമായി ആക്രമിക്കുന്ന പ്രവണത വർദ്ധിച്ചാൽ അത്തരം ഇടപെടലുകൾ പിന്നീട് നിശ്ചയമായും ഉണ്ടാവില്ല. അവർക്ക് സുരക്ഷ നൽകേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. കാസർഗോഡ് നിന്നും രജീഷിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.
പൊതുജനം കഴുതയല്ല സാർ. ലഹരി ഉപയോഗം വ്യാപകമാകുന്ന പശ്ചാത്തലം, കേസുകൾ കൂടുന്ന സാഹചര്യം പ്രേക്ഷകരും പ്രതികരണം അറിയിക്കുന്നുണ്ട്. രാസലഹരികൾ പെട്ടിക്കടകൾ വഴി കിട്ടുന്ന കാലം കേരളത്തിൽ വിദൂരമല്ല എന്ന് മാത്യു പറയുന്നുണ്ട്. എങ്ങും എവിടെയും കൊലയും ലഹരിയുമാകുന്നു എന്നാണ് എബ്രഹാം തോമസിന്റെ പ്രതികരണം. ലഹരി കേസിൽ പിടിക്കപ്പെടുന്നവർക്ക് ആരുടെയെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്രദ്യുമ്നൻ MV ഉന്നയിക്കുന്നുണ്ട്. രാസലഹരിയും കഞ്ചാവും കേരളത്തിൽ മുക്കിലും മൂലയിലും ലഭ്യമാണെന്ന് ഷാഫി കൊമ്മേരി പറയുന്നുണ്ട്. അങ്ങനെ പ്രേക്ഷകർ കൂടി ആ വിഷയത്തിൽ ഇടപെടുകയും ആശങ്ക അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിന്റെ വാർത്തകൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമാ മേക്കപ്പ് മാൻ രഞ്ജിത്ത് ഗോപിനാഥൻ പിടിയിലായത്. സംഭവത്തിൽ തുടരന്വേഷണത്തിന് ഒരുങ്ങുകയാണ് എക്സൈസ്. സിനിമാ ലൊക്കേഷനുകളിൽ നിരീക്ഷണം ശക്തമാക്കും. കൊച്ചി സ്വദേശിയിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയത് എന്നാണ് രഞ്ജിത്ത് ഗോപിനാഥൻ എക്സൈസിന് നൽകിയ മൊഴി. കാര്യം ഇവിടെ നിരവധി പരാതികൾ ഈ പറയുന്ന ചെറുപ്പക്കാരായിട്ടുള്ള പല നടന്മാരെ കുറിച്ച് എന്ത് പ്രശ്നം അവർ സെറ്റിലുണ്ടാക്കിയാലും ആ സിനിമയുടെ നിർമ്മാതാവ് അതിന്റെ റിസ്ക് എടുക്കേണ്ടി വരും. ഉണ്ടാവാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിന്റെ പഴി കേൾക്കുന്ന മുഴുവൻ നമ്മളടക്കമുള്ളവരാണ്. മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ആദ്യം തുറന്നു പറഞ്ഞത് നിർമ്മാതാക്കളുടെ സംഘടനയാണ്. പിന്നാലെ പോലീസും എക്സൈസും ചിലയിടങ്ങളിൽ പരിശോധനയും നടത്തി. എന്നാൽ എല്ലാം അവസാനിച്ചു. വീണ്ടും ഒരു സിനിമാ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയിരിക്കുന്നു. സിനിമാ മേഖലയിൽ വീണ്ടും നിരീക്ഷണം ശക്തമാക്കാൻ എക്സൈസ് തീരുമാനിക്കുന്നു. വമ്പന്മാർ കുടുങ്ങുമോ? സിനിമാ മേക്കപ്പ് മാൻ പിടിയിലായതിനു പിന്നാലെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി സിനിമാ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കാനാണ് എക്സൈസ് തീരുമാനം. സിനിമാക്കാർക്ക് ലഹരി നൽകുന്നവരുടെ പട്ടിക തയ്യാറാക്കും. മുൻപ് ലഹരിക്കേസിൽ പിടിയിലായ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ ഹോട്ടൽ റൂമിൽ സിനിമാ താരങ്ങൾ എത്തിയത് വലിയ വിവാദമായിരുന്നു. ചില തുടർ പരിശോധനകൾ നടത്താൻ പോലീസും എക്സൈസും ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. എന്നാൽ നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ പരിശോധനകൾ കടുപ്പിക്കും. 10,000 രൂപയ്ക്ക് 50 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കൊച്ചി സ്വദേശിയിൽ നിന്ന് വാങ്ങിയെന്നാണ് ഇന്നലെ പിടിയിലായ രഞ്ജിത്ത് ഗോപിനാഥിന്റെ മൊഴി. വാഗമണിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് രഞ്ജിത്ത് ഗോപിനാഥിനെ എക്സൈസ് പിടികൂടുന്നത്. കാറിൽ നിന്ന് 45 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ രഞ്ജിത്ത് ചില കാര്യങ്ങൾ എക്സൈസിനോട് പറഞ്ഞു. 3 വർഷമായി കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് താൻ ഈ കഞ്ചാവ് വാങ്ങിയത് കൊച്ചിയിൽ നിന്നുള്ള ഒരാളുടെ പക്കൽ നിന്നാണ്. 50 ഗ്രാം കഞ്ചാവ് ലഭിച്ചത് 10,000 രൂപയ്ക്ക്. മറ്റാർക്കും ഈ കഞ്ചാവ് കൈമാറിയിട്ടില്ലെന്നാണ് രഞ്ജിത്ത് പോലീസിനും എക്സൈസിനും ഒക്കെ നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ ഈ മൊഴിയൊന്നും പോലീസും എക്സൈസും കാര്യമായി മുഖവരക്കെടുത്തിട്ടില്ല. രഞ്ജിത്തിന്റെ ഈ അറസ്റ്റോടുകൂടി സിനിമാ മേഖലയിലാകെ പരിശോധന ശക്തമാക്കാനാണ് ഇരുവിഭാഗങ്ങളുടെയും തീരുമാനം. നേരത്തെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ സംവിധായകന്റെ ഹോട്ടൽ മുറിയിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം പുലർച്ചെ വരെ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ലഹരി സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല. പിന്നാലെ എക്സൈസ് നടപടിക്കെതിരെ ഫെഫ്ക മന്ത്രി MB രാജേഷിന് പരാതി നൽകിയിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിവരം കൃത്യമാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ ലൊക്കേഷനിലെ പരിശോധനയിലേക്ക് കടക്കൂ. ഡ്രഗ് ഫ്രീ സോൺ ഫോർട്ട് കൊച്ചി. ഇതുപോലെ കേരളത്തിന്റെ എല്ലാ മുക്കും മൂലയും എല്ലാ മേഖലകളും മയക്കുമരുന്ന് രഹിതമാകണം. സിനിമാ മേഖലയും. കൊച്ചിയിൽ നിന്ന് സന്തോഷ് ശേഖർക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. ലഹരിക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. രഹിത് രാജന്റെ പ്രതികരണം അങ്ങനെ വരുന്നുണ്ട്. എക്സൈസ് ഇപ്പോൾ നടപടി കടുപ്പിക്കുന്നുണ്ട് ആ വിഷയത്തിൽ. 5 ദിവസത്തിനിടെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത് 368 പേരെയാണ്. സ്കൂളുകളും ബസ് സ്റ്റാൻഡ് പരിസരവും കേന്ദ്രീകരിച്ചായിരുന്നു വ്യാപക പരിശോധന. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എക്സൈസ് നടപടി കടുപ്പിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ്, ഈ സംസ്ഥാനത്ത് ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള അക്രമ സംഭവങ്ങൾ അത് വർദ്ധിച്ചൊരു പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന പേരിൽ ഒരു തീവ്ര എൻഫോഴ്സ്മെന്റ് പരിപാടി എക്സൈസ് ആരംഭിച്ചത്. ആദ്യ 5 ദിവസം കൊണ്ട് 360 NDPS കേസുകൾ, ലഹരി കേസുകളിലായി 368 പേരെയാണ് എക്സൈസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല 378 പേരെ ആകെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുമുണ്ട്. 81.13 ലക്ഷം രൂപ വിലമതിക്കുന്ന ലഹരി മരുന്നുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. NDPS കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 17 പ്രതികളെയും പുതിയ ഡ്രൈവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. 5 ദിവസം കൊണ്ട് 2181 പരിശോധനകൾ എക്സൈസ് പൂർത്തിയാക്കി. ഇതിൽ 21,389 വാഹനങ്ങൾ പരിശോധിച്ചതിൽ സ്ഥിരമായി ലഹരിക്കടത്തിന് ഉപയോഗിച്ച 16 വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. 602 സ്കൂൾ പരിസരം, 152 ബസ് സ്റ്റാൻഡുകൾ, ലേബർ ക്യാമ്പുകൾ, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടത്തിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ ബസ് സ്റ്റാൻഡുകൾ, സ്കൂളുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച വ്യാപക പരിശോധന തുടരുന്നു
തേടണമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ അതിർത്തി മേഖലയിലും ജാഗ്രത തുടരും. നിലവിൽ ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന ആളുകളെ അവരുടെ നിയമ നടപടികൾ കഴിഞ്ഞാൽ കൂടി അവരെ കൃത്യമായി തന്നെ ഫോളോ ചെയ്യണം, നിരീക്ഷിക്കണം എന്ന നിർദ്ദേശം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എക്സൈസ് മന്ത്രി MP രാജേഷ് നൽകിയിട്ടുണ്ട്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ക്യാമ്പസുകളിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ ചേർന്ന വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ തീരുമാനം. ക്യാമ്പയിന് ഗവർണർ തന്നെ നേതൃത്വം നൽകും. ലഹരി ഉപയോഗം 0-ലെത്തിക്കുകയാണ് ലക്ഷ്യം. എല്ലാ മാസവും ഒരു ദിവസം കോളേജുകളിൽ ലഹരി വിരുദ്ധ പ്രചാരണം നടത്താനാണ് തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെ തീരുമാനങ്ങളുണ്ടായി ഈ യോഗത്തിൽ? ഉമേഷ്, ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് ഗവർണർ നിർണായകമായ നീക്കത്തിലേക്ക് കിടക്കുകയാണ്. പ്രധാനമായി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യമായി ഗവർണർ ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിൽ ഇത്തരമൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. എല്ലാ ക്യാമ്പസുകളിലെയും ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ അത് ഗവർണർ തന്നെ നേതൃത്വം നൽകും. എല്ലാ ക്യാമ്പസുകളിലും കൃത്യമായ ഇടവേള, കൃത്യമായ ഓരോ മാസം കൂടുന്തോറും ലഹരിക്കെതിരെയുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കണം. ഒപ്പം ഈ ഓരോ കോളേജുകളിലെയും ലഹരി ഉപയോഗിക്കുന്നവരെ അതാത് കോളേജുകളിലെ പ്രിൻസിപ്പൽ, അധ്യാപകർ അടക്കമുള്ളവർ ട്രാക്ക് ചെയ്യണം. ആരൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നത്, അവരുടെ ജീവിത നിലവാരം, അവരുടെ മറ്റ് സാഹചര്യങ്ങൾ എന്നിവ വിലയിരുത്തണം. ആവശ്യമുള്ളവർക്ക് ഡി അഡിക്ഷൻ സെന്ററിന്റെ സേവനം വേണമെങ്കിൽ അതിന് തയ്യാറാകണം. ഈ രീതിയിൽ സമഗ്രമായ ഒരു പ്ലാനിംഗ് ആണ് ഇന്നത്തെ യോഗത്തിൽ എടുത്തിരിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ പ്ലാനിംഗ് അവസാനിപ്പിക്കുകയല്ല ലക്ഷ്യമിടുന്നത്. ദീർഘകാല പ്ലാനിംഗ് എന്ന നിലയിൽ വലിയ ഒരു ക്യാമ്പയിനാണ് ഗവർണർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും സർക്കാരിന്റെ പിന്തുണയും ഇതിനുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം DGPയോട് ലഹരി സംബന്ധിച്ചുള്ള റിപ്പോർട്ടും ഗവർണർ തേടിയിരുന്നു. ഉമേഷ് ബാലകൃഷ്ണനാണ് ഈ യോഗത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. രണ്ടാം ഘട്ട സമരത്തിന് ഒരുങ്ങുകയാണ് ആശാ വർക്കേഴ്സ്. ഈ മാസം 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. സർക്കാരിന്റെ അഹന്തയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നാണ് നിലപാട്. കേന്ദ്രത്തിന് എതിരായ സമരമല്ല എന്ന് പറഞ്ഞിട്ടില്ലെന്നും വിശദീകരണം. തൊഴിലാളി സൗഹൃദമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് ആശാ വർക്കേഴ്സിന്റെ വിമർശനം. നമ്മളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അശ്ലീലം പറയുന്നതിനും അപ്പുറത്തേക്ക് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ എന്തിനാണ് ഇത്ര പിടിവാശി? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സർക്കാരിന് എന്തിനാണ് പിടിവാശി? ഞങ്ങളോട് പലരും വന്ന് ചോദിക്കുന്നു, നിങ്ങൾ സെറ്റിൽ ചെയ്യില്ലേ എന്ന്. ആരാണ് സെറ്റിൽ ചെയ്യേണ്ടത്? സെറ്റിൽ ചെയ്യേണ്ടത് സർക്കാരാണ്. ഒന്ന് മിനിമം കേൾക്കുവാനുള്ളൊരു സന്മനസ് ഗവൺമെന്റ് കാണിക്കണം. ഞങ്ങൾക്ക് പിടിവാശിയുമില്ല. ആകെയുള്ളൊരു പിടിവാശി ഈ 232 രൂപയ്ക്ക് ജോലി ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളൊരു പിടിവാശി മാത്രമേ ഉള്ളൂ. ഇത്രയധികം ശ്രദ്ധയും പിന്തുണയും ഈ സമരത്തിനുണ്ടായിട്ടും ഗവൺമെന്റിന്റെ മുകളിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ഇത്രയും അധിക പിന്തുണയും ന്യായയുക്തതയുമുള്ള ഈ സമരത്തോടുള്ള ഗവൺമെന്റിന്റെ സമീപനം ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. അവരുടെ ഏറ്റവും ന്യായമെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നത് പിടികിട്ടാത്തൊരു വിഷയമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശാ വർക്കേഴ്സിനെതിരായ പരാമർശത്തിൽ CATU നേതാവ് KN ഗോപിനാഥിന് നോട്ടീസ് അയച്ചു. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ആശാ വർക്കേഴ്സിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി MA ബിന്ദു നോട്ടീസ് അയച്ചത്. പരസ്യമായി ക്ഷമാപണം നടത്തണം എന്നാണ് നോട്ടീസിലെ ആവശ്യം. മേഘന മുരളിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, അങ്ങനെ രണ്ടാം ഘട്ട സമരത്തിലേക്ക് ആശാ വർക്കേഴ്സ് കടക്കുന്നു. ഒപ്പം ഈ അധിക്ഷേപ പരാമർശത്തിൽ അവരുടെ ഇടപെടലും എന്തൊക്കെയാണ് വിവരങ്ങൾ? മേഘന. ആദ്യഘട്ടത്തിൽ അത്രയേറെ ആർഭാടമില്ലാതെ ജനപിന്തുണ ഇല്ലാതെ തുടങ്ങിയ ഒരു സമരമാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം. പക്ഷേ ഇപ്പോൾ 29 ദിവസങ്ങളിലേക്ക്, അതായത് ഒരു മാസത്തേക്ക് അടുക്കുമ്പോൾ ഇവരുടെ സമരം എത്തി നിൽക്കുന്നത് രണ്ടാം ഘട്ട സമരത്തിലേക്ക്, ഒരു തൊഴിൽ സമരം രണ്ടാം ഘട്ടം ആരംഭിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പദ്ധതിയിലേക്ക് ആശാ വർക്കർമാർ കടക്കുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഇവർ പറയുന്നത് സമരത്തിൽ നിന്നും പിന്നോട്ടില്ല, ഏത് തരത്തിലാണെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വരെ, അതായത്
ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക. ഈ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകും. രണ്ടാം ഘട്ട സമരപരിപാടി എന്ന രീതിയിൽ മാർച്ച് 17-ന് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് സമരം നടത്താനാണ് ആശാവർക്കർമാർ തീരുമാനിക്കുന്നത്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാപ്പകൽ സമരം, അത് വെയിലത്തും മഴയത്തും സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. കൂടാതെ കൊതുകടിയും അല്ലെങ്കിൽ അങ്ങനെ വളരെ ദുരിതം അനുഭവിച്ചാണ് ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ റോഡ് സൈഡിൽ ഇവരിങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷമാണ് രണ്ടാം ഘട്ട സമരം എന്ന രീതിയിൽ ഒരു ഭാഗത്ത് രാപ്പകൽ സമരവും മറ്റൊരു ഭാഗത്ത് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുകയും ചെയ്യുന്നതിലൂടെ ആശാവർക്കർമാർ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകളിലേക്കാണ് പോകുന്നത്. ചേച്ചി, ഒരു രണ്ടാം ഘട്ട സമരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീർച്ചയായും രണ്ടാം ഘട്ട സമരം അനിവാര്യമായിരിക്കുന്നതാണ്. സർക്കാരാണ് ആശമാരെ അതിലേക്ക് തള്ളിവിടുന്നത്. ഇന്ന് പാർലമെൻറ്റിൽ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് MP-മാർ സംസാരിച്ചായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം കേരള സർക്കാരിന് അങ്ങനെ വെറുതെ കൈയൊഴിയാൻ പറ്റത്തില്ല. മറ്റു സർക്കാരുകൾ ഇതിലുണ്ട്. ഉന്മേഷ്, ഇത് തന്നെയാണ്. അതായത് ഇവർ പ്രധാനമായും നേരത്തെ പത്രസമ്മേളനങ്ങളടക്കം പറയുന്നത് ഇവർക്ക് ആവശ്യങ്ങൾ പരിഗണിക്കുക, അത് കേന്ദ്രമാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നുള്ളതാണ്. കൂടാതെ സംസ്ഥാന സർക്കാരാണ് ഇവരുടെ ഇപ്പോൾ നിലവിലുള്ള ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതെന്ന് കൂടി ആശാവർക്കർമാർ പറയുന്നു. കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് KN ഗോപിനാഥിന്റെ അശ്ലീല പരാമർശത്തിനെതിരെ ആശാവർക്കേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. പൊതുമധ്യത്തിൽ KN ഗോപിനാഥ്, CITU നേതാവായിട്ടുള്ള KN ഗോപിനാഥ് മാപ്പ് പറയണമെന്ന് കൂടി ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നു. എന്തായാലും വരുന്ന ദിവസം ഒരു മാസം എടുക്കുമ്പോൾ സമരം ശക്തമാക്കാനാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. മേഘന മുരളിയാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവരുടെ സമരം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആശാ വർക്കേഴ്സിന്റെ സമരം സർക്കാർ കാണിക്കുന്ന അങ്ങേയറ്റ അനീതിയാണ് എന്ന് അബ്രഹാം തോമസ് പറയുന്നുണ്ട്. സർക്കാർ അവരുടെ നിലപാട് വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ആ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പൊതുസമൂഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോഴിക്കോട് മേപ്പയൂർ പുറക്കാമലയിലെ ക്വാറി ഖനന നീക്കത്തിനെതിരായ പ്രതിഷേധം ഇന്നലെയോ തുടങ്ങിയതല്ല. 12 വർഷത്തെ ചരിത്രമുണ്ട് ആ പ്രതിഷേധത്തിന്. ഇന്നും ഖനന നീക്കത്തിനെതിരെ പ്രതിഷേധമുണ്ടായി. ക്വാറി ഖനന നീക്കം വീണ്ടും സമരസമിതി തടഞ്ഞു. പുലർച്ചെ 2 മണിയോടെ കംപ്രസറുമായി എത്തി ഖനനം ആരംഭിക്കാനായിരുന്നു നീക്കം. പുറക്കാമലയിലെ ജനകീയ പ്രതിഷേധത്തിന് 12 വർഷത്തിലധികം പഴക്കമുണ്ട്. പാരിസ്ഥിതികാഘാത പഠനം നടത്താതെയാണ് ക്വാറിക്ക് അനുമതി നൽകിയതെന്നാണ് ഇവിടുത്തെ സമരസമിതിയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഖനന നീക്കത്തിനെതിരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങി. ക്വാറിക്ക് സമീപം മുദ്രാവാക്യം വിളികളുമായി ഇവർ സംഘടിച്ചു. പോലീസ് എത്തിയതോടെ വാക്കേറ്റവും ഉണ്ടായി. ക്വാറി മാഫിയയ്ക്ക് പോലീസ് ഒത്താശ ചെയ്യുകയാണെന്ന് സമരസമിതി ആരോപിച്ചു. ഞങ്ങൾ സ്ത്രീകൾക്കും ഇതിലൊരു ആശങ്കയുണ്ട്. പോലീസ് ഇങ്ങനെ പെരുമാറുമ്പോൾ ഏകപക്ഷീയമായിട്ട് ക്വാറിക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന രീതിയിൽ പെരുമാറുമ്പോൾ നമ്മൾക്ക് ഭയമുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ജീവന് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് പ്രവാസികൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവർ 2 നിലയും 1 നില വീടും ഒക്കെ എടുത്തിട്ടിട്ട് ഇവർ വന്ന് പൊട്ടിക്കുമ്പോൾ എന്ത് ഗ്യാരണ്ടി അവർക്ക് പറയാനാവും ഇത് വീടിന് കേടുപാടുകൾ സംഭവിക്കില്ല എന്ന്? നമ്മുടെ ചെറിയ മക്കളുള്ളതാണ്, പ്രായമുള്ള ആളുകളുള്ളതാണ്. ക്വാറി എന്ന് പറഞ്ഞാൽ ഒരു ജനവാസ മേഖലയിലൊന്നും ക്വാറിക്കുള്ള അനുമതി ലഭിക്കുന്നില്ല എന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഇപ്പം ഏതൊരാൾക്കും നിയമവും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് ക്വാറി മാഫിയ ഇതിൽ നിന്നും പിന്മാറുന്നത് വരെ ഞങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറാണ്. മേപ്പയൂർ, ചെറുവണ്ണൂർ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പാറയുടെ ഖനനം ആരംഭിച്ചാൽ 400 കുടുംബങ്ങളെയാണ് നേരിട്ട് ബാധിക്കുക. പുറക്കാമലയുടെ 70% മണ്ണും 30% പാറയുമാണ്. എന്നിട്ടും പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ അനുമതി നൽകിയെന്നാണ് ആരോപണം. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോകുന്നത്. എൻവയോൺമെൻറ്റ് കമ്മിറ്റിയുടെ പെർമിഷൻ വേണം. അതേപോലെ തന്നെ ഈ ആഘാതപരമായിട്ടുള്ള പഠനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വേണം. പിന്നെ കളക്ടറേറ്റിൽ വേണം. അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വേണം. അത് കഴിഞ്ഞിട്ടാണ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടത്. അപ്പോൾ വളരെ തന്ത്രപൂർവ്വം ഇവർ ഓരോ വകുപ്പിന്റെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധവും സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. 15 വയസ്സുകാരനെ പോലീസ് മർദ്ദിച്ചു എന്ന പരാതിയിൽ നിയമ നടപടികൾ തുടരുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് കോഴിക്കോടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കരിവോട് ചിറയാണ്. പുറക്കാമലയിൽ ഖനനം ആരംഭിച്ചാൽ ജനജീവിതത്തിന് ഭീഷണിയാവുന്നതിനൊപ്പം ഈ നെല്ലറ കൂടി ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ജീവൻ നൽകിയും ഖനനം തടുക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. വലിയ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത് ഖനന നീക്കത്തിനെതിരെ. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്.
12 വർഷമായിട്ട് ഇത് ഇങ്ങനെ തുടർന്ന് വരികയാണ്. ഇപ്പം 3-4 മാസമായിട്ട് ഇത് തന്നെയാണ് തുടർന്ന് വരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളെ നാടും ജനങ്ങളും ഇവിടെ ആവശ്യമാണ്. പ്രതിഷേധം എന്തായാലും ഇത് ഇവർ വരുന്നതിനനുസരിച്ച് തടയും, നിർബന്ധമായി തടയും. ഇത് ഒരു വിധത്തിൽ ഇവിടെ പൊട്ടിച്ച് കൊണ്ടുപോകാൻ ഇവിടെയുള്ള ജനങ്ങൾ സമ്മതിക്കുകയല്ല. ഇത് ഒരു നാടിൻ്റെ പ്രശ്നമാണ്. ഞങ്ങളെ കൊണ്ടാകും പോലെ ഞങ്ങൾ തടയും. ആ ഖനനം നടക്കുകയാണെങ്കിൽ ഇല്ലാതാവുന്നത് ഈ പ്രദേശമായിരിക്കും. ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധവായും അതുപോലെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധജലവും ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടാവും. പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടുകാരെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അല്ല എങ്കിൽ രാത്രി 2 മണിക്ക് 2:30 മണിക്ക് പോലീസ് പ്രൊട്ടക്ഷനിൽ ഇതിൻ്റെ ഉപകരണങ്ങളൊന്നും കൊണ്ടുവരേണ്ട സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. SI പ്രൊട്ടക്ഷൻ കൊടുത്തെന്ന് പറയുന്നു, DYSP അങ്ങനെ ഒരു പ്രൊട്ടക്ഷനൊന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല എന്നാണ്. ഇവിടെ ഒരു സംഘർഷം ഉണ്ടാവരുത് എന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഒരു സംഘർഷത്തിനാണ് ശ്രമിക്കുന്നത്. ഇവിടെ 18 ഏക്കർ സ്ഥലമാണ് നീക്കിയ ഭൂമി പതിച്ച് നൽകിയത്. അത് കൃത്യമായി റവന്യൂ വിജിലൻസ് അന്വേഷിക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിൻ്റെ നാൾവഴികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, പഞ്ചായത്തും ജിയോളജി വകുപ്പും ഇതിന് ലൈസൻസ് കൊടുത്തത് ഒരു വർഷം മുമ്പാണ്. നമ്മൾ ഇന്ന് കണ്ട വഴീൻ്റെ അഗ്രിമെൻറ്റ് തയ്യാറാക്കിയിട്ട് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ വഴിയില്ലാത്ത ഒരു ക്വാറിക്ക് എങ്ങനെ ജിയോളജിയും പഞ്ചായത്തും ലൈസൻസ് നൽകി എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ആ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. വർദ്ധിപ്പിച്ച കൂലി ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് സിമന്റ് കയറ്റിറക്ക തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ്. ലേബർ ഓഫീസർ നിർദ്ദേശിച്ച വർധന പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതുവരെ സമരം തുടരാനാണ് കോഴിക്കോട് ജില്ലയിലെ തൊഴിലാളികളുടെ തീരുമാനം. ജില്ലാ ലേബർ ഓഫീസർ നിർദ്ദേശിച്ച 15% വർധനവ് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ചുമട്ട് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. വെസ്റ്റ് ഹിൽ, കല്ലായി, വടകര എന്നിവിടങ്ങളിലെ 600ഓളം ഗുഡ്സ് ഷെഡ് ചുമട്ടുതൊഴിലാളികളാണ് സമരം പ്രഖ്യാപിച്ചത്. നിലവിൽ ഒരു ചാക്കിന് 5 രൂപയും 43 പൈസയുമാണ് ഇവർക്ക് ലഭിക്കുന്നത്. 2 വർഷത്തിനിടയിൽ കൂലി വർദ്ധിപ്പിക്കണമെന്നാണ് ചട്ടം. സിമന്റ് ഡീലർമാർ പക്ഷേ ഇത് പാലിക്കുന്നില്ല. തുടർന്ന് തൊഴിലാളികൾ ലേബർ കമ്മീഷനെ സമീപിച്ചു. 1.5 വർഷത്തിനു ശേഷം 15% വർധനവ് വന്നെങ്കിലും അത് നടപ്പാക്കുന്നില്ല. ഇതേ തുടർന്നാണ് CITU, INTUC, AITUC, STU, BMS എന്നീ തൊഴിലാളി സംഘടനകൾ സംയുക്തമായി സമരം പ്രഖ്യാപിച്ചത്. നിലവിൽ 2 വർഷമാണ് ഞങ്ങളെ കൂലി വർധനവ്. ഇപ്പോൾ ആ വർധനവ് കഴിഞ്ഞിട്ടും 2 വർഷവും 1 കൊല്ലം 5 മാസമായി. അങ്ങനെ 3 ചർച്ച ഞങ്ങൾ ക്ഷേമനിധി ബോർഡുണ്ട്. ക്ഷേമനിധി ബോർഡാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കൽ. ഇത് കമ്പനിയല്ല, CNF എന്നൊരു സമ്പ്രദായമുണ്ട് ഇവിടെ. ഓലാണ് ഈ സാധനം ചരക്ക് കൊണ്ടുവരുന്നത്. അപ്പം കമ്പനീൻ്റെ വിഷയമാണ് ഓല് പറയുന്നത്. കമ്പനി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾ കാലാകാലം കമ്പനിയായിട്ട് യാതൊരു ടൈപ്പും ഇല്ല. CNF ആയിട്ടാണ് ഇവിടെ ടൈപ്പ്. CNF എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സിമെൻറ്റ് കൊണ്ടുവരുന്ന ഡീലർ മുതലാളിമാർ. അപ്പം ഒരു 3-4 ചർച്ച ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് പോയി. ലാസ്റ്റ് DLOൻ്റെ എത്തി. DLO ഞങ്ങൾക്ക് ഫെബ്രുവരി 1 മുതൽ 15% വർധനവ് പാസ്സാക്കി. കഴിഞ്ഞ ഫെബ്രുവരി 1 മുതൽ ഈ 1 മുതൽ ഞങ്ങൾ 40 ദിവസമായി ജോലി എടുക്കണം. നിങ്ങൾക്കറിയാലോ, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടൊക്കെയാണ്. ഇതുവരെക്കും പോലെ ആ ശമ്പളം തരില്ല എന്നറിഞ്ഞ് നിൽക്കാം. സിമന്റ് ഡീലേഴ്സ് കെട്ടിവെക്കുന്ന പണത്തിൽ നിന്ന് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡാണ് ശമ്പളം നൽകുന്നത്. ശമ്പളം വർദ്ധിപ്പിക്കാൻ സിമന്റ് കമ്പനികളാണ് പണം നൽകേണ്ടതെന്നും വർധനവ് തങ്ങൾക്ക് താങ്ങാനാകില്ലെന്നുമാണ് സിമന്റ് ഡീലേഴ്സിന്റെ വിശദീകരണം. എന്നാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ കൂലിയായി ഒരു ചാക്കിന് 9 രൂപ 40 പൈസയും പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ 7 രൂപ 90 പൈസയും ലഭിക്കുന്നുണ്ട്. ചുമട്ടുതൊഴിലാളികളുടെ സമരം ലോറി ജീവനക്കാരെയും പ്രതിസന്ധിയിലാക്കും. സമരത്തിന്റെ പേരിൽ സിമന്റ് വില വർധനവിനും സാധ്യതയുണ്ട്. തൊഴിലാളി സമരം രൂക്ഷമായാൽ അത് നിർമ്മാണ മേഖലയെയും സാരമായി ബാധിക്കും. സിമന്റ് ഡീലേഴ്സിന്റെയും ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെയും അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്. കോഴിക്കോട് നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ സമരം ശക്തമാക്കാനാണ് 600ഓളം തൊഴിലാളികളുടെ തീരുമാനം. സിമന്റ് കയറ്റിറക്ക തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. നമുക്കിപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വർധനവ് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് ഈ തുച്ഛമായ വർധനവ് ഇത് ആണ് ഉണ്ടായത്. അതും ബഹുമാനമായിട്ട് DLO പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അംഗീകരിച്ചു. ആ കൂലി മതി മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നു. എന്നിട്ട് മുതലാളിമാർ അതിനോട് യാതൊരു അനുകൂലഭാവവും പ്രകടിപ്പിക്കുന്നില്ല. നമുക്ക് കൂലി തരാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തീർച്ചയായും ഒരു അനിവാര്യമായ സമരത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത്. ഈ തൊഴിലെന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. അത് ചെയ്തിട്ട് പോലും വേതനം കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 1 തൊട്ടിട്ട് ലേബർ ഓഫീസർ അംഗീകരിച്ച കൂലി പോലും
CNF മുതലാളിമാർ തരാൻ ഒരു താല്പര്യം പ്രകടിപ്പിക്കണമില്ല. ഒന്നിനോടൊരു സമീപനമില്ലാത്തൊരു രീതിയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ മാസം ഫുള്ളായിട്ട് ഈ മാസം വരെ 1.5 മാസത്തെ ശമ്പളം പോലും തൊഴിലാളികൾക്കില്ല. ഒരുപാട് വിഷമങ്ങളുണ്ട്, ചൂടും കാര്യങ്ങളും, പിന്നെ ഇതിൻ്റെ ബാഗിൻ്റെ ചൂട്, സിമെൻറ്റിൻ്റെ ചൂട്, വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾ എല്ലാ തൊഴിലാളികളും ഇവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഡേറ്റ് അവർക്ക് കൊടുത്ത് ഇത്രയും ഡേറ്റ് ആയിട്ട് ഇപ്പോൾ നാളെ ഇന്നത്തോടെ നമ്മൾ ഡേറ്റ് കഴിയാണ്. നാളെ മുതൽ നമ്മൾ അനിശ്ചിത കാലത്തേക്ക് പണി മുടക്കാണ്. ഇടുക്കി പരുന്തുംപാറയിലെ കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കുന്നു. അനധികൃതമായി നിർമ്മിച്ച റിസോർട്ട് പൊളിക്കാതിരിക്കാനാണ് ഉടമ കുരിശ് സ്ഥാപിച്ചത്. തൃക്കുടിത്താനം സ്വദേശി സജിത് ജോസഫാണ് കുരിശ് നിർമ്മിച്ചത്. 24 ആണ് ഈ കയ്യേറ്റ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. 24 ബിഗ് ഇമ്പാക്ട്. രാഹുൽ വിജയനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങൾ. രാഹുൽ, ഈ കയ്യേറ്റത്തിന് മറയായി സ്ഥാപിച്ച കുരിശ് മുഴുവനായി പൊളിച്ചു നീക്കിയല്ലോ അല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, ആ കുരിശ് എന്തായാലും ഒടുവിൽ പൊളിച്ച് പൂർണ്ണമായി നീക്കിയിട്ടുണ്ട്. റവന്യൂ സംഘത്തിന് അവസാനം അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങേണ്ടി വന്നു. നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ്, 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മാസം 28-ാം തീയതി ഇല്ലാതിരുന്ന കുരിശ് ഈ ശനിയാഴ്ച പൂർണ്ണ തോതിൽ പണി പൂർത്തീകരിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിന്റെ ദൃശ്യങ്ങൾ സഹിതം 24 ഇന്ന് വാർത്ത കൊടുക്കുകയും ചെയ്തു. പിന്നാലെയാണ് ജില്ലാ കളക്ടറുടെ അടിയന്തര നടപടി ഉണ്ടായത്. അടിയന്തരമായി കുരിശ് പൊളിച്ചു നീക്കണമെന്നാണ് ജില്ലാ കളക്ടർ ഈ എല്ലാ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാർച്ച് 2-ാം തീയതി സജിത്ത് ജോസഫ് എന്ന തൃക്കൊടിത്താനം സ്വദേശിക്ക് ഈ റിസോർട്ട് പണിയുന്നതും കുരിശ് പണിയുന്നതുമായി ബന്ധപ്പെട്ടൊരു സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. അതുമാത്രമല്ല, ഈ മഞ്ചുമല വില്ലേജിലെ 441 സർവേ നമ്പറിൽപ്പെടുന്ന ഈ സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് നിർബാധം ഈ അനധികൃത നിർമ്മാണം അവിടെ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തര നടപടിക്ക് കളക്ടർ നിർദ്ദേശം നൽകുകയായിരുന്നു. എന്തായാലും ആ കുരിശ് പൂർണ്ണമായും പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒഴിപ്പിക്കൽ നടപടിയോ അല്ലെങ്കിൽ പൊളിക്കൽ നടപടിയോ ഉണ്ടാവുകയാണെങ്കിൽ കുരിശിനെ മറയാക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സജിത്ത് ജോസഫ് ഇത്തരം ഒരു നടപടി കാണിച്ചത്. പക്ഷേ അത് കൈവിട്ടു പോയി. ഏതെങ്കിലും ഒരു മതസംഘടനയുടെയോ അല്ലെങ്കിൽ കുരിശ് മതചിഹ്നമായി ഉപയോഗിക്കുന്ന ആളുകളുടെയോ ഒരു തരത്തിലുള്ള പിന്തുണയും ഈ സജിത്ത് ജോസഫിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം ഒരു നീക്കത്തെ പൂർണ്ണമായിട്ടും റവന്യൂ വകുപ്പും കളക്ടറും ചേർന്ന് ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 2ാമത്തെ കുരിശ് പൊളിച്ചുകൊണ്ടുള്ള കയ്യേറ്റം ഒഴിപ്പിക്കലാണ് നിലവിൽ ഇവിടെ നടന്നിട്ടുള്ളത്. തുടർ നടപടികൾ, അതായത് ഈ കുരിശ് പൊളിച്ചതിനോട് ചേർന്ന് ഒരു 4 വൻകിട കെട്ടിടം ഈ സജിത്ത് ജോസഫ് റവന്യൂ ഭൂമിയിൽ തന്നെ പണിതിട്ടുണ്ട്. അതിന്റെ രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് റവന്യൂ സംഘം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 15 അംഗ പ്രത്യേക സംഘത്തെയാണ് പരുന്തുംപാറയിലെ കയ്യേറ്റം അന്വേഷിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ നിയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് റവന്യൂ സംഘത്തിന്റെ ഇടപെടൽ. കയ്യേറ്റ ഭൂമിയിൽ കയ്യേറ്റത്തിന് മറയായി സ്ഥാപിച്ച കുരിശാണ്, അതിപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്നു റവന്യൂ വകുപ്പ്. നേരത്തെ തന്നെ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് എന്ന് പീരുമേട് MLA വാഴൂർ സോമൻ നിയമസഭയിൽ പറയുകയും ചെയ്തു. വയനാട് വള്ളിയൂർക്കാവ് കമ്മനത്ത് വിരണ്ടോടിയ എരുമ 2 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളായ മനോജ് കുമാർ, പ്രദേശവാസി കുഞ്ഞുമോൻ മറ്റത്തിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. അഗ്നിരക്ഷാ സേനയെത്തി എരുമയെ പിടിച്ചുകെട്ടുകയായിരുന്നു. സുർജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. സുർജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, വള്ളിയൂർക്കാവ് കമ്മന പ്രദേശത്ത് ഉച്ചയോടുകൂടിയാണ് പരിഭ്രാന്തി പരത്തി എരുമ വിരണ്ട് ഓടിയിരിക്കുന്നത്. ഇതിൽ 2 പേരെയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. എരുമയെ മാനന്തവാടി അഗ്നിരക്ഷാ സേനയാണ് പിടിച്ചുകെട്ടിയത്. ഇന്ന് ഉച്ചയോടുകൂടി വള്ളിയൂർക്കാവ് ചെറിയ പാലത്തിന് മുകളിലൂടെ കമ്മന ഭാഗത്തേക്കാണ് ഈ എരുമ ഓടിയത്. വഴിയിൽ നിൽക്കുകയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളിയായ മനോജ് കുമാർ, ഒപ്പം തന്നെ കുഞ്ഞുമോൻ മറ്റത്തിൽ എന്നിവരെയാണ് ഇത് കുത്തിയത്. അതിനുശേഷം ഈ കമ്മന ഭാഗത്തേക്ക് എരുമ പാഞ്ഞു പോവുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാ സേന പ്രദേശങ്ങളിലെ വീടുകളിൽ വിവരമറിയിച്ചു. എരുമയെ ഓടിച്ച് പെരുങ്കുഴിയിൽ ജോസ് എന്നയാളുടെ തോട്ടത്തിൽ വെച്ചാണ് കയറും വലയും ഉൾപ്പെടെ ഉപയോഗിച്ച് അതിസാഹസികമായി പിടിച്ചുകെട്ടിയത്. ഉടമസ്ഥൻ ആരെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള, അതായത് മാനന്തവാടി സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള PK ഭരതന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ എരുമയെ നിയന്ത്രണ വിധേയമായ രീതിയിൽ തന്നെ വിധേയമാക്കുന്ന തരത്തിൽ അതിനെ പിടിച്ചുകെട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മുണ്ടക്കെ ചൂരൽമല പുനരധിവാസ കരട് പട്ടികയിലെ പരാതി പ്രവാഹം തുടരുകയാണ്. ഒരു ഉരുളു ദുരന്തത്തെ മുഖാമുഖം കണ്ടതിന് ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല ചൂരൽമല അറാട്ടപ്പാടിയിൽ ഉള്ളവർക്ക്. പക്ഷേ പുനരധിവാസ കരട് പട്ടിക വന്നപ്പോൾ ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്വന്തമായി വീടില്ലാത്ത ഈ കുടുംബങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്താത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെയുള്ളവർ. ഈ മാസം 12-ന് ദുരന്തഭൂമിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. മുണ്ടക്കയിലെ പാടിയും ഇത്തരത്തിൽ പട്ടികയിലില്ല. ചൂരൽമല മുണ്ടക്കൈ റോഡിലെ റാട്ടപ്പാടിയാണിത്. ഉരുൾ പൊട്ടിയൊലിച്ച് കടന്നുപോയത് ഈ പാടിക്ക് തൊട്ടു താഴെ കൂടി. എന്നിട്ടും ഈ പാടിയെ ഒഴിവാക്കിയാണ് ജോൺ മത്തായി കമ്മീഷൻ ഇവിടെ
കല്ലിട്ട് പോയിട്ടുള്ളത്. 3 ലിസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ അതിലുണ്ടാവും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്താ ഇത്രയും ദുരിതങ്ങൾ ഇത് കണ്ടിട്ട്. പക്ഷെ അതിലൊന്നും ഞങ്ങളെ പേരുമില്ല, ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾക്ക് ഉറക്കില്ല. ഇനിയിപ്പോൾ ഇന്നൊരു വീടില്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോകുന്നുള്ള ആശങ്കത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഇത് ഞങ്ങൾക്ക് കണ്ണുറന്ന് ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. എന്താ വെച്ചാൽ ഞങ്ങൾ അത്ര ഇപ്പോൾ വേദന അനുഭവിച്ചിട്ട് ഞങ്ങൾക്ക് ഉറക്കില്ലാത്തൊരു ജീവിതമാണ്. ഇപ്പോൾ ഭക്ഷണം വരെ ഇപ്പോൾ തൊണ്ടയിൽ നിന്ന് ഇറങ്ങണില്ല. ഞങ്ങൾക്കൊരു വീടില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ. മുണ്ടക്കൈ HML ഫാക്ടറിക്ക് സമീപമുള്ള 4 പാടികളാണ് 3 പട്ടികയിലും ഉൾപ്പെടാതെ പോയത്. ഇവർ 25ഓളം കുടുംബങ്ങളുണ്ട്. ഇതിൽ തൊഴിലാളികളുണ്ട്, വാടകയ്ക്ക് താമസിച്ചവരുണ്ട്. പാടിക്കാരെങ്ങനെ ഒഴിവാക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾക്കല്ലാതെ വേറെ പോകാൻ ഒരു വീടോ സ്ഥലമോ ഞങ്ങൾക്കൊന്നുമില്ല. ഈ വാടകയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ഭയങ്കര കഷ്ടം. അന്നത്തെ രാത്രി ഞങ്ങൾ അനുഭവിച്ച ചെറിയ കുഞ്ഞു മക്കൾ. ഞങ്ങൾ വരാൻ നിന്നാലും ഞങ്ങളെ മക്കൾ ഇങ്ങോട്ട് വരികയില്ല. ഈ പാടിയോട് ചേർന്നാണ് ജോൺ മത്തായി കമ്മിറ്റി കല്ലിട്ടിരിക്കുന്നത്. നോ ഗോ സോൺ പരിധി അല്ലെന്നാണ് ന്യായീകരണം. ഇതിന് തൊട്ടുതാഴെയാണ് ഉരുൾ പൊട്ടി ഒലിച്ചിരിക്കുന്നത്. HML ഫാക്ടറിയെ സംരക്ഷിക്കാനാണ് പാടികളെ നോ ഗോ സോൺ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതെന്ന് കുടുംബങ്ങൾ ആരോപിക്കുന്നു. 5 പാടികളിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 50 മീറ്ററിൽ ചുരുങ്ങിയതേ ഉള്ളൂ. ഇവിടെ ഇത് ഉൾപ്പെടുത്താതെ പോയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഫാക്ടറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ലയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളെ വീണ്ടും പാർപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവർ ഇവിടെ നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പടവട്ടിക്കുന്ന്, അട്ടമല, റാട്ടപ്പാടി, മുണ്ടക്കൈപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഉരുൾ പൊട്ടിയൊലിച്ച് കടന്നുപോയ പുന്നപ്പുഴയുടെ തൊട്ടടുത്താണ് റാട്ടപ്പാടി. എന്നിട്ടും എന്താണ് ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇവർ ഉൾപ്പെടാതെ പോയത്? ഈ ചോദ്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഇവിടുത്തുകാർ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. റാട്ടപ്പാടി നിവാസികൾ ആശങ്കയിലാണ്. സർക്കാർ അവർക്ക് വേണ്ടി ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാം. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. സർക്കാരിൻ്റെ ഒരു നിയമപ്രകാരം എന്ന് വെച്ചാൽ അവിടുന്ന് ദുരന്തം സംഭവിച്ചതിൻ്റെ അവിടെ നിന്നാണ് അളവെടുക്കേണ്ടത്. ഇപ്പോൾ മത്തായി സർക്കാരിൻ്റെ അളവെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടുത്തെ ഒരു മാനദണ്ഡം പ്രയോഗിച്ചിട്ട് പുഴൻ്റെ സെൻറ്ററിൽ നിന്ന് അളവെടുത്തിട്ട്, അതായത് നിലവിൽ പുഴൻ്റെ അവിടെ നിന്നാണ് അളവെടുത്തിട്ടുള്ളത്. പക്ഷേ ആ മാനദണ്ഡം നേരെ താഴെ 2 പാടികളുണ്ട്. ആ പാടിക്ക് ബാധിച്ചിട്ടില്ല. അവർ നേരെ എന്താക്കി, അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ കൂടെ നേരെ അവിടെ നിന്ന് അളവെടുത്തിട്ട് നേരെ ഒരു 30 മീറ്ററിൻ്റെ അടുത്ത് തിരിച്ചിട്ട് 50 മീറ്ററും തികയില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അപ്പോൾ ഞങ്ങളെ മാത്രം ഇവിടെ സംരക്ഷിച്ചിട്ട് 2-3 പാടികളെ മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് ഗവൺമെൻറ് എന്തോ ഒരു ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. HMLന്റെ ഫാക്ടറിയും കാര്യങ്ങളും തൊട്ടടുത്തായിട്ടുണ്ട്. മിനിമം ജോൺ മത്തായിൻ്റെ കല്ലളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 മീറ്റർ പോലും അളവ് വരുന്നില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത തൊഴിലാളികൾ കംപ്ലീറ്റും ഈ എസ്റ്റേറ്റ് പാടികളിൽ കൊണ്ടുവന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഗോസോൺ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കളികളാണ് സർക്കാരും HMLും കൂടി ഉള്ള ടൈപ്പിലാണെന്നുള്ള എനിക്ക് തോന്നുന്നത്. ഗവൺമെൻറ്റിലായിരുന്നു ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായി. ഞങ്ങൾ എന്തായാലും ഉൾപ്പെടി 11ാം വാർഡേ ഇല്ലാതായ അവസ്ഥയിൽ ഞങ്ങളെ ഇങ്ങനെ അവർ ഒഴിവാക്കുന്നു ഞങ്ങൾ വിചാരിച്ചില്ല. ഇത് ആരെ സംരക്ഷിക്കാനാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾ പോലുള്ള കുറച്ച് പാവങ്ങളാണ് ഇപ്പോൾ ഇതിൽ കടന്ന് വലയുന്നത്. ഞങ്ങൾക്ക് എന്തായാലും നിർബന്ധമായിട്ടൊരു വീട് വേണം. ഞങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഒരു താല്പര്യവുമില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വരാൻ പറ്റൂല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളെ എല്ലാവരും നഷ്ടപ്പെട്ടതാണ്. ഞങ്ങൾ ആ നഷ്ടപ്പെട്ട മണ്ണിലേക്ക് ഞങ്ങൾക്ക് ഇനി വരാൻ ഞങ്ങൾ വരൂല. സർക്കാർ അവർക്ക് വേണ്ടി ഇടപെടണം എന്നുള്ള പ്രതികരണം പലരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഷാഫി കൊമേരിയെ പോലുള്ള വൃത്തക്കരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രഘുനന്ദനൻ തിരുമല്ലവാരം പറയുന്നത് അവിടെ തിരുമല്ലവാരം കടപ്പുറത്ത് ഒരാഴ്ചയായിട്ട് ഒരാമ ചത്ത് കടൽ തീരത്ത് കിടക്കുന്നു. പ്രദേശമാകെ അതിന് ദുർഗന്ധമുണ്ട്. ഇതുവരെ മാറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഒരു വിവരമായി അവിടെ നിന്ന് അറിയിക്കുന്നത്. സംസ്ഥാനത്ത് വന്യജീവി മനുഷ്യ സംഘർഷത്തിന്റെ വാർത്തകളില്ലാത്ത ദിവസങ്ങളില്ല. ഇന്നലെയും ഇന്നുമായി മലപ്പുറത്ത് നിന്ന് വരുന്ന വന്യജീവി ആക്രമണത്തിന്റെ വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. കുറച്ചു സമയം മുൻപാണ് കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിൽ കടുവയെ കണ്ടത്. ടാപ്പിംഗ് തൊഴിലാളികളാണ് വിവരം ആദ്യം അറിയിച്ചത്. തുടർന്ന് വനംവകുപ്പ് ആറാട്ടി നടത്തിയ പരിശോധനയിലും കടുവയെ കണ്ടു. മലപ്പുറത്ത് തന്നെ ഇന്നലെ 3 ഇടങ്ങളിൽ വന്യജീവി ആക്രമണം ഉണ്ടായി. നടുവക്കാട് ബൈക്ക് യാത്രികനെയാണ് പുലി ആക്രമിച്ചത്. അകമ്പാടത്ത് കാട്ടാനകൾ വീടിന്റെ ഗേറ്റും മതിലും തകർത്തു. തിരൂർക്കാട് 3 പേരെ കുറുക്കൻ ആക്രമിച്ചു. തുടർച്ചയായുള്ള വന്യജീവി ആക്രമണങ്ങളിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഈ നാട്ടുകാർ. ഇന്നലെ പട്ടാപ്പകൽ മമ്പാട് മുഹമ്മദ് അലിയെ പുലി ആക്രമിച്ചു. ഇന്ന് കരുവാരുകുണ്ടിൽ കടുവയിറങ്ങി. വന്യമൃഗങ്ങൾ കാടിറങ്ങുമ്പോൾ ഭീതിയിലാണ് മലപ്പുറവും. പുലിയെ കണ്ട് പേടിച്ചു വിറച്ച് ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ലെന്ന് മുഹമ്മദ് അലി. അല്ലാതെ പേടിച്ച് ആകെ കൂകി വിളിച്ചാലൊന്നും കഴിഞ്ഞില്ല. പുല്ലിക്ക് വണ്ണം വെച്ചിട്ട്
നാട്ടുകാർ ഓടിക്കൂടിയാണ് മുഹമ്മദ് അലിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വനം വകുപ്പെത്തി പരിശോധന നടത്തി. സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. കൂട് സ്ഥാപിക്കുമെന്ന് വനം മന്ത്രിയും പ്രഖ്യാപിച്ചു. പുറത്തേക്കിറങ്ങാൻ പേടിച്ച് മമ്പാടിലെ ജനങ്ങൾ. പ്രദേശം ആശങ്ക തന്നെയാണ്. പുലി ഇറങ്ങിയ ആശങ്ക ഉണ്ടാവില്ലേ, ആശങ്കയിൽ തന്നെയാണ്. മമ്പാട് ഇപ്പോൾ ആദ്യമായിട്ടാണ് പുലി ഇറങ്ങുന്നത്. ഞാൻ ഇറങ്ങിയിരിക്കണം, ഞാൻ ആക്രമണം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ പുലി ആദ്യമായിട്ട് ഇറങ്ങുന്നത്. പുലി ഇറങ്ങിയത് തന്നെ മിഞ്ഞാന്ന് 2 കിലോമീറ്റർ വിട്ട് മമ്പാട് മേപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിരുന്നു. അന്ന് അധികൃതർ വിവരം അറിയിച്ചു. അവർ സ്ഥിരീകരിച്ചില്ല. കാരണം കാൽപാദം പുലിൻ്റെ അല്ലാത്തതുകൊണ്ട് സ്ഥിരീകരിച്ചില്ല. പക്ഷേ നാട്ടുകാരുടെ അഭിപ്രായം പുലിയാണെന്ന് ഉറപ്പുവരുത്തിയാണ്. കരുവാരുകുണ്ട് കേരള എസ്റ്റേറ്റിൽ കടുവയെ കണ്ടുവെന്ന് ടാപ്പിംഗ് തൊഴിലാളികളാണ് ആദ്യം അറിയിച്ചത്. തുടർന്ന് വനംവകുപ്പ് RRT സംഘം നടത്തിയ പരിശോധനയിലും കടുവയെ കണ്ടു. രാവിലെ അവിടെയുള്ള ആളുകൾ ആ പ്രദേശത്ത് കടുവയുള്ളതായി പറയുകയും നമ്മൾ RRT ടീമിനെ അങ്ങോട്ട് അയക്കുകയും ചെയ്തിട്ടുള്ളതാണ്. RRT ടീം ആ സ്ഥലം പരിശോധിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ കടുവേനെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കടുവേനെ അവിടെ നിന്ന് തുരുത്താനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരികയാണ്. നിലമ്പൂർ അകമ്പാടത്ത് കാട്ടാനകൾ വീട്ടുമുറ്റത്തെത്തി. വീടിന്റെ മതിലും ഗേറ്റും തകർത്തു. ഇല്ലിക്കൽ ആദിലിന്റെ വീട്ടുമുറ്റത്താണ് ഇന്നലെ പുലർച്ചെ കാട്ടാന എത്തിയത്. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. തിരൂർക്കാട് കുറുക്കന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവർ ഇപ്പോഴും ചികിത്സയിലാണ്. വയനാട് വെള്ളമുണ്ടയിലാകട്ടെ പശുക്കിടാവിനെ വന്യജീവി കടിച്ചുകൊന്നു. കടുവയെ കൂടി കണ്ടതോടെ പേടി കൂടുകയാണ്. ദിവസവും വന്യമൃഗങ്ങൾ നാട്ടിലെത്തി വിറപ്പിക്കുന്നുണ്ട്. ശാശ്വത പരിഹാരം വേണമെന്ന് നമ്മൾ പറയുന്നുമുണ്ട്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലപ്പോഴും ജീവൻ നഷ്ടപ്പെടാത്തത്. അർഷക്കിനൊപ്പം വിപിൻ C വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ.